സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റസ്റ്റിൽ കോൺസ്റ്റന്റ് വേരിയബിൾസ് എന്താണെന്നാണ്. അപ്പോൾ വീഡിയോട്ട് പോയാലോ. എന്താണ് കോൺസ്റ്റന്റ് വേരിയബിൾസ്? കോൺസ്റ്റന്റ് വേരിയബിൾസ് എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരു വേരിയബിളിൻ്റെ ഉള്ളിൽ വാല്യൂ കൊടുത്ത് ഇനി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ കോൺസ്റ്റന്റ് വേരിയബിൾ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, ബൈ ഡിഫോൾട്ട് റസ്റ്റിൽ വേരിയബിൾസ് ഇമ്മ്യൂട്ടബിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കോൺസ്റ്റന്റ് വേരിയബിൾ ബൈ ഡിഫോൾട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല വേരിയബിൾ, പിന്നെ എന്തെങ്കിലും കോൺസ്റ്റന്റ് വേരിയബിൾ. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. രണ്ടര ഇമ്മ്യൂട്ടബിൾ ആണ്, പക്ഷേ അതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് കോഡ് വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ VS കോഡ് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ഒരു ലെറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ലെറ്റ് ഉപയോഗിക്കുകയാണ്. ലെറ്റ് ഒരു വേരിയബിൾ നെയിം എന്ന് കൊടുക്കാം, അങ്ങനത്തെ ഒരു വാല്യൂ. ഇത് പ്രിൻറ്റ് കാണിച്ചു തരാം. പ്രിൻ്റ് എല്ലാം എന്ന് കൊടുത്ത് ഓക്കെ, പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി കോൺസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. കോൺസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വേരിയബിളിൻ്റെ നെയിം ക്യാപിറ്റൽ ലെറ്റർ ആവണമെന്നാണ് റസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ ഒരു വാർണിംഗ് കാണിക്കും. അപ്പോൾ റസ്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് അങ്ങനെ ചെയ്യാം. അതിന് ഡാറ്റ ടൈപ്പ് കൊടുക്കണം. നിങ്ങൾ 32 നമുക്ക് വാല്യൂ കൊടുക്കാം. 54 പ്രിൻറ്റ് ചെയ്യാം. പ്രിൻ്റ് എല്ലാം AP. ഓക്കെ, റൺ ചെയ്യാം. 54. ഓക്കെ, രണ്ടര നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് വേരിയബിൾ നോക്കിയോ, എനിക്ക് ഈ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ എനിക്ക് വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ മ്യൂട്ട് കൊടുത്താൽ മതി. അതെനിക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാൻ A=44. ഓക്കെ, റൺ ചെയ്യണം. കണ്ട വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ മ്യൂട്ട് കീവേഡ് കൊടുക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ മ്യൂട്ട് നമുക്ക് എറർ കാണിക്കും. എന്ന് വെച്ചാൽ നമുക്ക് മ്യൂട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ. ഓക്കെ, കോൺസ്റ്റന്റ് മ്യൂട്ട് വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കോൺസ്റ്റന്റ് നമ്മുടെ നോർമൽ വേരിയബിൾ ലെറ്റിനെക്കാട്ടും ഇച്ചിരി കൂടി പവർഫുൾ ആണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വാല്യൂസ് കൊടുത്താൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ സെക്കൻഡ് ഡിഫറൻസ് ആണ് ഡാറ്റ ടൈപ്പ്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്തില്ല പ്രശ്നമില്ല. നമുക്ക് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഡാറ്റ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക് ഒന്നാണ്. ഞാൻ കൊടുത്തില്ല ഡാറ്റ ടൈപ്പ് ഇവിടെ. പക്ഷേ ഇവിടെ നോക്കിയാൽ ഇവിടെ I32 സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. എന്ന് വെച്ചാൽ നമുക്ക് കോൺസ്റ്റിൽ ഡാറ്റ ടൈപ്പ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കളയാൻ നോക്കി എറർ കാണിക്കും. എന്താ വെച്ചാൽ എന്താ, ഡാറ്റ ടൈപ്പ് നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. അത് കമ്പൾസറിയാണ്. എന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡാറ്റ ടൈപ്പ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ രണ്ടാം ഡിഫറൻസ്. ലെറ്റിൽ പ്രശ്നമില്ല. ലെറ്റിലേക്ക് എങ്ങനെയും കൊടുക്കാം. ഡാറ്റ ടൈപ്പ് കൊടുത്താലും കൊടുത്തിലും പ്രശ്നമില്ല. പക്ഷേ കോൺസ്റ്റിൽ ഡാറ്റ ടൈപ്പ് കൊടുക്കണം. അത് കമ്പൾസറിയാണ്. ഇനി തേർഡ് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റസ്റ്റിൽ നമ്മുടെ നോർമൽ വേരിയബിൾസ് ഇല്ലേ, അത് നമുക്ക് ലേസി ഇനിഷ്യലൈസേഷൻ ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ, എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ അത് എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ സെമിക്കോൺ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് അത് പിന്നെ എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്തത്. എന്ന് വെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും ഇപ്പം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വാല്യൂ എടുത്തത്. ഓക്കെ, മ്യൂട്ട് കൊടുക്കണ്ട. അവിടെ നമ്മൾ ഇനിഷ്യലൈസേഷൻ ആണ്. ഇത് കളയാം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ, ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അത് എൻ്റെ വാല്യൂ പിന്നെ എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അത് പിന്നെ എപ്പോഴും ഞാൻ വാല്യൂ ഇൻസേർട്ട് ചെയ്തില്ല. അപ്പോൾ ഇതാണ് ലേസി ഇനിഷ്യലൈസേഷൻ. പക്ഷെ കോൺസ്റ്റിൽ നമുക്ക് പറ്റില്ല. കോൺസ്റ്റ് ചെയ്യാൻ നോക്കി എന്ത് ചെയ്യും, കോൺസ്റ്റിൽ ഞാൻ ചെയ്യാൻ നോക്കി എന്ത് പറ്റും, ഫസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഞാൻ ഇത് ആഡ് ചെയ്യാൻ നോക്കിയാൽ പറ്റില്ല. ഓക്കെ, കണ്ട സെമിക്കോൺ ഇടാനത്തും പറ്റാനുള്ള. എന്ന് വെച്ചാൽ കോൺസ്റ്റ് നമുക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് കോൺസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പം തന്നെ നിങ്ങൾ ഇനിഷ്യലൈസ് ചെയ്യണം. പക്ഷേ നോർമൽ വേരിയബിൾസിൽ നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്താൽ മതി. ഇനി നാലാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കോൺസ്റ്റ് വേരിയബിൾ ഗ്ലോബലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ലെറ്റ് വേരിയബിൾ നമുക്ക് ഗ്ലോബലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഗ്ലോബൽ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത്. എക്സാമ്പിൾ ഞാൻ ഇത് മെയിൻ ഫംഗ്ഷൻ പുറത്ത് കൊടുക്കാൻ നോക്കാം. ലെറ്റ് ഞാൻ മുകളിലത്ത് കൊണ്ടുപോയി നോക്കി എന്ത് വെച്ച് നോക്കാം. അപ്പോൾ ഇതേ മുകളിൽ കൊണ്ടുപോയെന്ന് വെച്ചാൽ ഓൾട്ട് കീ ഇല്ലെങ്കിൽ കീബോർഡിൽ ഓൾട്ട് കീ ഇല്ല, നെക്കി പിടിച്ചിട്ട് ആരൊക്കെ വയ്ക്കും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആരൊക്കെ ഡൗൺ ആൻഡ് ഡൗൺ ടീം അപ്പൊക്കെ അപ്പിലിട്ടും ഓൾട്ട് കീ ഹോൾഡ് ചെയ്യണം. പിന്നെ കർസർ കറച്ച കമാൻഡിൻ്റെ മുമ്പിലായിരിക്കണം. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പം ഞാൻ മുകളിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റണില്ല. ഇനി ഡാറ്റ ടൈപ്പ് കൊടുത്ത് നോക്കാം. ഞാൻ അത് കാരണം നോക്കാം. അത് കാരണമല്ല എന്ന് വെച്ചാൽ എനിക്ക് ലെറ്റ് ഒരിക്കലും നമുക്ക് ഗ്ലോബലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ കോൺസ്റ്റ് അങ്ങനെയല്ല. കോൺസ്റ്റ് എൻ്റെ മെയിൻ ഫംഗ്ഷൻ്റെ പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മുകളിൽ കണ്ട ഞാൻ റൺ ചെയ്ത് നോക്കാം. കണ്ട 54 വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് എന്താ, എനിക്കിത് മെയിൻ ഫംഗ്ഷൻ്റെ പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഗ്ലോബലായിട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലെ ഫങ്ഷൻസ് എന്താ പറയുക, അപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ മൾട്ടിപ്പിൾ നമുക്ക് ഇതിൻ്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഈ ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റിൽ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് എനിക്ക് ഈ സാധനത്തിനെ കോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒന്നും എനിക്ക് ഈ ഫംഗ്ഷനെ ഇവിടെ ഒന്നും എനിക്ക് ഈ വേരിയബിളിനെ കോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വേരിയബിൾ എനിക്ക് ഈ മൊത്തം ഫയലിൽ എവിടെയാണെങ്കിലും എനിക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇതാണ് പിന്നെ സ്കോപ്പ് എന്ന് വെച്ചാൽ ഗ്ലോബലാണ്. എന്ന് വെച്ചാൽ ഈ ഫയൽ മൊത്തം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ ഈ ഇവിടം വരെ ഉള്ളൂ. ഈ ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റ് എൻഡ് ചെയ്യാൻ വരാം. അപ്പോൾ അതാണ് നമ്മുടെ നാലാമത്തെ ഡിഫറൻസ്.
പിന്നെ അഞ്ചാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വാല്യൂസ്, എക്സാമ്പിൾ നമ്മൾ ഈ വാല്യൂ കൊടുക്കില്ലേ, ഈ വാല്യൂ സ്റ്റോർ ആവുന്നത് നമ്മുടെ കമ്പൈൽ ടൈമിലാണ്. കമ്പൈൽ ടൈം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഴ്സ് കോഡ് ബൈനറിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈമാണ്. എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സോഴ്സ് കോഡ്, ഇതാണ് നമ്മുടെ സോഴ്സ് കോഡ് എന്ന് വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതിയ കോഡ്. ആ കോഡ് ബൈനറി ലാംഗ്വേജിൽ ആക്കണം. നമ്മൾ കമ്പൈലർ നമ്മൾ ചെയ്യുന്നത് ബൈനറി ലാംഗ്വേജിലേക്ക് ആക്കുന്നത്. അപ്പോൾ അത് 0101 ലാംഗ്വേജില്ല, അതാണ് ബൈനറി ലാംഗ്വേജ്. അതായിട്ട് ആക്കാനുള്ള ടൈമാണ് നമ്മുടെ കമ്പൈൽ ടൈം എന്ന് വെച്ചാൽ. നമ്മുടെ ഈ സോഴ്സ് കോഡിനെ ബൈനറി ആക്കാൻ എത്ര ടൈം എടുക്കും, അതാണ് നമ്മുടെ കമ്പൈൽ ടൈം. റൺ ടൈം എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, റൺ ടൈം എന്ന് വെച്ചാൽ നമ്മൾ ബൈനറി ഫോം ആയില്ലേ, ഇനി ആ കോഡ് റൺ ചെയ്ത സമയം എടുക്കുമെന്ന്. ഇപ്പോൾ ബൈനറി ഫോമിൽ ആക്കിയില്ലേ, അപ്പോൾ ആ റണ്ണാവാൻ, ആ കോഡ് റണ്ണാവാൻ ടൈം എടുക്കും. അതാണ് നമ്മുടെ റൺ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോൺസ്റ്റ് വേരിയബിൾ നമ്മുടെ കമ്പൈൽ ടൈമിലാണ് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കമ്പൈൽ ടൈം ആകുമ്പോൾ തന്നെ വാല്യൂ സ്റ്റോർ ചെയ്യും. പക്ഷേ നമ്മുടെ ലെറ്റ് വേരിയബിൾ അത് റൺ ടൈമിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ആ ഡിഫറൻസ് ഉള്ളത് നിങ്ങൾ അധികം നോക്കേണ്ട. റൺ ടൈം കമ്പൈൽ ടൈം അറിഞ്ഞ് നോക്കി നമ്മുടെ കോൺസ്റ്റ് വേരിയബിൾ കമ്പൈൽ ടൈമിൽ സ്റ്റോർ ചെയ്യും. കമ്പൈൽ ടൈമിൽ ഫസ്റ്റ് കമ്പൈലാണ് കോഡ് ആവുന്നത്, അതേ നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇത് സ്റ്റോർ ചെയ്യും, മെമ്മറി പോയി. പക്ഷേ ഇത് നമ്മുടെ റൺ ടൈമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ EXE ഫയലായില്ലേ, എക്സാമ്പിൾ ഇത് വേണ്ടി കമ്പൈൽ ചെയ്ത് അപ്പോൾ തന്നെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നോക്കും. എനിക്ക് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കോഡ് കമ്പൈൽ ചെയ്ത് അപ്പോൾ തന്നെ മെമ്മറി പോയി പറയും എനിക്ക് സ്പേസ് വേണമെന്ന് പറയും. പക്ഷേ ഇവൻ അങ്ങനെയല്ല, ഇവൻ കമ്പൈൽ ടൈമിൽ വെറുതെയിരിക്കും. ഇത് റൺ ടൈം ആകുമ്പോൾ പോയി കൊണ്ട് എനിക്ക് സ്പേസ് വേണമെന്ന് പറയും. റൺ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ വെച്ചാൽ ഇവൻ വർക്ക് ചെയ്യുന്ന മുമ്പ് തന്നെ കോഡ് ഒരു കമ്പൈൽ ആയിട്ടുള്ളൂ, ഉപയോഗിക്കുന്ന മുമ്പ് പോയി തന്നെ മെമ്മറി റിസർവ് ചെയ്യും. പക്ഷേ ഇവൻ റൺ ആകുമ്പോൾ മാത്രം മെമ്മറി ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കോൺസ്റ്റിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റ് ഇച്ചിരി സ്ട്രിക്ചർ വെർഷനാണ്, ഇച്ചിരി പവർഫുൾ വെർഷനാണ് നമ്മൾ നോർമൽ എട്ടിലേക്ക് കാട്ടും. ഇതിൽ നമുക്ക് ഇച്ചിരി നമ്മളിപ്പോൾ കോൺസ്റ്റ് കുറേ ഉപയോഗിക്കുന്നു വേരിയബിൾസിൽ. ഇപ്പോൾ ഒരു കേസ് പറയുകയാണെങ്കിൽ പൈയുടെ വാല്യൂസ് അറിയിക്കും 3.14, അത് എനിക്ക് ചേഞ്ച് ആവില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ കോൺസ്റ്റ് ഉപയോഗിക്കാം. ചിലപ്പോൾ ഗ്ലോബലായിട്ട് വേണമെങ്കിൽ ഒരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിൾ ഗ്ലോബലായിട്ട് ഉപയോഗിക്കണം എൻ്റെ പ്രൊജക്റ്റിൽ. അപ്പോൾ ആ കേസിലേക്ക് നമ്മൾ കോൺസ്റ്റ് വേരിയബിൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ഡിഫറൻസ് മനസ്സിലായിട്ട്. അപ്പോൾ കോൺസ്റ്റന്റ് പവർഫുൾ വേർഷൻ ഇച്ചിരി സ്ട്രിക്റ്റർ ആണ് ദാൻ നമ്മുടെ നോർമൽ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.